ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ജയിൻ്റ് ഒരെണ്ണം കാണിക്കുന്നതാണ്. നമ്മൾ കുറേ ദിവസമായിട്ട് ഗൈസ് നമ്മുടെ ജയിൻ്റ് ഒരെണ്ണം കാണിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജയിൻ്റ് ഒരെണ്ണക്ക് നമ്മൾ ഒരു അക്കിയോറി എത്തിയിട്ടിട്ട് ആൽഗകൾ എത്തിയിട്ടിട്ട് എന്തൊക്കെയോ പറ്റിയിട്ട് അതിൻ്റെ മേത്ത മറ്റേ ചെതമ്പലെല്ലാം പോയിട്ട് ഒരു ജയിൻ്റ് എല്ലാ ജയിൻ്റ് രണ്ട് ജയിൻ്റ് ഓറുണ്ട് ഗൈസ്. രണ്ട് വെള്ളത്തിൽ പൊങ്ങി കിടക്കണമായിരുന്നു. ലാസ്റ്റ് ഞാൻ എങ്ങനെയൊക്കെ റെഡിയാക്കി എടുത്തിട്ട് ഗൈസ് അതെന്ന് കാണിക്കാൻ പോകുന്നത്. സൈസൊക്കെ വെച്ച് ഇതാണ് ഗൈസ് നമ്മളെ ലുക്ക്. അവനെ ഇതുവരെ ഞങ്ങൾ യൂട്യൂബ് മറ്റേ നമ്മുടെ വ്ളോഗ്സിലൊന്നും കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഇതാണ് എൻ്റെ ലുക്ക്. പിന്നെ സീ ബേസിനകത്താണ് ടൈസ് നമ്മുടെ ഈ ഏഞ്ചൽ ഫിഷൊക്കെ കിടക്കണ മരത്തിൽ കുഞ്ഞിലെ വാങ്ങിച്ചുകൊണ്ട് ഇപ്പോൾ കുറച്ച് സൈസ് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോഴാണ് ഏതൊരു പ്രാണി എന്നെ തന്നെ ചേസ് ചെയ്ത് തന്നെ. പിന്നെ ഇതാണ് ടൈസ് നമ്മുടെ ജൈൻ്റ് ഓവർ കിടക്കുന്ന ടാങ്ക്. അതിനകത്ത് അത്യാവശ്യം വാട്ടർ ക്യാബേജൊക്കെ ഉണ്ട്. വാട്ടർ ക്യാബേജ് ഉള്ള കാരണമാണ് നമ്മുടെ ജൈൻ്റ് ഓവറൊക്കെ ഇച്ചിരി ഫംഗസ് അടിച്ചിട്ട് നമ്മൾ ഫംഗസൊക്കെ മറ്റേ മെത്തലിൻ ബ്ലൂ ഇട്ട് മാറ്റി. വാട്ടർ ക്യാബേജ് ഉള്ള കാരണം സമയത്ത് ഫുഡ് കൊടുക്കുമ്പോൾ പേടിയെല്ലാം മാറിയിട്ട് സമയത്ത് ഫുഡ് കൊടുക്കുമ്പോൾ ഒരു സമയത്തൊക്കെ ഒന്ന് എടുക്കാണ്ട് ഗൈസ്. ഇതാണ് ടേസ്റ്റ് നമ്മുടെ ഏറ്റവും ചെറിയ ജൈൻ്റ് ഓവർ. അവനെ ശ്രദ്ധിച്ച് നോക്കി കാണാം, അവൻ്റെ മേത്ത ചെതമ്പലൊക്കെ പോയിട്ടുണ്ട് ഗൈസ്. അപ്പം എന്താ പറ്റിയെന്നറിയില്ല. അക്വേറിയത്തിൽ കിടന്നപ്പോൾ കുറേ ദിവസം ഞാൻ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ വന്നെടുക്കും. പിന്നെ ഒരു ദിവസം പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും വെള്ളമൊക്കെ ഭയങ്കരമായിട്ട് ചൂടായി. ഏറ്റവും ചെറുതിൻ്റെ മേത്തുനിന്ന് ചെതമ്പലൊക്കെ പോയി കിടക്കണം. ഭയങ്കര സീനായി ഗൈസ്. എന്നിട്ട് ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്ത് അതിനെല്ലാത്തിനെയും കൂടി മാറ്റിയിട്ട് ഒരു ബക്കറ്റിലിട്ട് ഗൈസ്. അത്യാവശ്യം വലിയൊരു ബക്കറ്റാണ്. എന്നിട്ട് അതിനകത്ത് അത്യാവശ്യം അധികം ഡാർക്കൊന്നും ആക്കില്ല, കുറച്ച് അത്യാവശ്യം മെത്തലിൻ ബ്ലൂ ഇട്ടിട്ട് ഒരാഴ്ച വെച്ചപ്പോഴത്തേക്കും ആ ഫംഗസും കാര്യങ്ങളൊക്കെ പോയി. പിന്നെ ഈ ടാങ്ക് ഇട്ട് അത് ക്ലീനാക്കി ഇടണ്ട കാരണം ഇപ്പം വാട്ടർ ക്യാബേജൊക്കെ ഇട്ട് ഇപ്പോൾ വെള്ളം കണ്ടീഷനായി കിടക്കണം. കാരണം നമ്മളെ ജയിൻ്റ് ഓറാകുമ്പോൾ നല്ല രീതിക്ക് ഫുഡ് എടുക്കണം ഗൈസ്. വാട്ടർ ക്യാബേജ് വെച്ച് പറഞ്ഞാൽ ഗൈസ് ആ വലിയവനെ കാണാൻ പറ്റില്ല. കുറേ നേരം ഗൈസ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ തപ്പി ഞാൻ സംസാരിക്കണമായിരുന്നു. അവൻ്റെ ചെറുതിൻ്റെ മേത്ത് നിങ്ങൾക്ക് നോക്കി അറിയാം. അവൻ്റെ ഗൈസ് കണ്ട അത്യാവശ്യം നല്ല രീതിക്ക് ആ ചെതമ്പലൊക്കെ പോയിട്ട് അവിടെ മാത്രം ഒരു ബ്ലൂ ഷെഡിക്കണം ഗൈസ്. അതതിൻ്റെ ഫംഗസ് എന്തോ ടൈസ്. അങ്ങനെ ഇതാണ് ടൈസ് നമ്മുടെ വലിയ റാമി കൂട്ടത്തിൽ അത്യാവശ്യം വലുത് ഇവനാണ് ടൈസ്. ഒരു 4 ഇഞ്ചൊക്കെ ഉണ്ടാവും, മറ്റേത് 3 ഇഞ്ച് എന്നുള്ളൂ. അപ്പോൾ ഇത്രയുള്ളൂ.